നമസ്കാരം. ഗുണനിലവാരമില്ലാത്തതും കാലഹരണപ്പെട്ടതുമായ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ച് കബളിപ്പിച്ചെന്ന പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. മൂവാറ്റുപുഴ സ്വദേശി ഫ്രാൻസിസ് ജോൺ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന റിക്കോ എനർജി ഇന്ത്യ എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 2.70 ലക്ഷം രൂപ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു. 5 വർഷം വാറണ്ടിയും 5 വർഷം അധിക വാറണ്ടിയും ലഭിക്കുമെന്ന് സ്ഥാപനം ഫ്രാൻസിസിന് ഉറപ്പ് നൽകിയിരുന്നു. ഇത് വിശ്വസിച്ച് സോളാർ പവർ പ്ലാന്റ് വീട്ടിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി സമീപിക്കുകയും 2,55,760 രൂപ നൽകുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം സോളാർ പ്ലാന്റ് പ്രവർത്തനരഹിതമായി. മാത്രമല്ല 2,723 രൂപ കൂടുതലായി വൈദ്യുതി ബില്ലും പരാതിക്കാരന് ലഭിച്ചു. സാധാരണ 200 രൂപയായിരുന്നു വൈദ്യുതി ബില്ല്. ഈ സാഹചര്യത്തിലാണ് കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച സോളാർ പാനൽ നൽകി കബളിപ്പിച്ചെന്ന് കാട്ടി ഫ്രാൻസിസ് സ്ഥാപനത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. ഗണ്യമായ തുക സോളാർ പാനലിന് വേണ്ടി ചെലവഴിച്ച ശേഷം വാഗ്ദാനം ചെയ്തതുപോലെയുള്ള ഫലം ഉപഭോക്താവിന് ലഭിച്ചില്ല എന്നത് വ്യക്തമാണെന്ന് DV ബിനു അധ്യക്ഷനും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് വിലയിരുത്തി. പരാതിക്കാരൻ നൽകിയ 2,55,760 രൂപ തിരികെ നൽകാനും നഷ്ടപരിഹാരം കോടതി ചെലവിനങ്ങളിൽ 15,000 രൂപയും 45 ദിവസത്തിനകം ഉപഭോക്താവിന് നൽകാൻ എതിർകക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകി. പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ടോം ജോസഫ് കോടതിയിൽ ഹാജരായി.